അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഇബിലീസ്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കണേ. നിങ്ങളെ ഈ കഥ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതെന്താ അയാൾക്ക് അങ്ങനെ ഒരു പേര്, ഇബിലീസ് എന്ന്? മറിയം അത്ഭുതത്തോടെ ഹെന്നയോട് ചോദിച്ചു. ഇബിലീസ് ആയതുകൊണ്ട് തന്നെ? ഹെന്ന ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു കളഞ്ഞു. എന്നാലും അത് നിന്റെ സ്വന്തം ഇക്കാക്കല്ലേ ഹെന്ന? മറിയം എടുത്തു ചോദിച്ചു. നിന്റെ ആരുമല്ല. ഓ പിന്നെ, നിന്റെ വാപ്പാടെ ആദ്യത്തെ കെട്ടിലെ കുട്ടിയാ അങ്ങേര്. അവൻ്റെ ഉമ്മ മരിച്ചപ്പോഴാ നിന്റെ ഉമ്മയെ വാപ്പ കെട്ടിയേ. അനക്കറിയോ, നാട്ടിലെ സകല കൊള്ളരുതായ്മകൾക്കും അയാൾ മുന്നിലുണ്ടാവും. ഏതു റൗഡിത്തരം കാണിക്കാനും മൂപ്പർക്കൊരു മടിയുമില്ല. എനിക്കിഷ്ടമല്ല അയാളെ, എന്നെ പറഞ്ഞു. മറിയം നാട്ടിലെ കോളേജിൽ ചേർന്നിട്ട് ആകെ 10 ദിവസമേ ആയിട്ടുള്ളൂ. അവളും ഉപ്പയും ഉമ്മയും അനിയത്തിമാരുമെല്ലാം അങ്ങ് ദുബായിലായിരുന്നു ഇത്രയും നാളും. പക്ഷേ കോളേജിലെത്തിയപ്പോൾ മറിയത്തിന് നാട്ടിൽ ഉപ്പാക്കും ഉമ്മുമ്മാക്കുമൊപ്പം നിന്ന് പഠിക്കണമെന്ന് ഒരു പൂതി. അങ്ങനെയാണ് അങ്ങ് കടൽ കടന്ന് മറിയം ഇങ്ങോട്ട് പോന്നത്. ഇവിടെ എത്തി ക്ലാസ് തുടങ്ങി ആദ്യത്തെ ദിവസമേ ഹന്നയുമായി മറിയം അങ്ങ് കൂട്ടായി. ഹന്നയും മറിയവും ബസ്സിൽ ഒപ്പമാണ് വരുന്നത്. ഇന്നും അതുപോലെ ബസ് കാത്തു നിൽക്കുന്നതിനിടയിലാണ് മറിയം ആദ്യമായി അവനെ കാണുന്നത്. ആദം, അതാണ് അവൻ്റെ പേര്. അവൻ്റെ കൂട്ടത്തിൽ വേറെയും കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ കാണാൻ ഒരുമാതിരി ഗുണ്ടാലുക്കുണ്ടായിരുന്നുവെങ്കിലും ആദമിന് ആ ഗുണ്ടാലുക്ക് തോന്നിയില്ല മറിയത്തിന്. ഹന്നയെ കണ്ടപാടെ അവൻ ഒന്ന് ചിരിച്ചുവെങ്കിലും ഹന്ന എന്തോ കുരിശ് കണ്ട ചെകുത്താനെ പോലെ മുഖം വെട്ടിച്ച് കളഞ്ഞു. അന്നേരമാണ് മറിയം ഹന്നയോട് അവനെപ്പറ്റി ചോദിച്ചത്. പിന്നീട് അങ്ങോട്ട് ഹന്നയുടെയും മറിയത്തിൻ്റെയും സ്ഥിരം സംസാരങ്ങളിൽ ആദം എന്ന പേര് വന്നുകൊണ്ടേയിരുന്നു. ഹന്ന പറഞ്ഞ് മറിയത്തിന് ആദമിനെ കണ്ണിന് നേരെ കണ്ടുകൂടാതെയായി. മറിയത്തിൻ്റെ മനസ്സിൽ ഹെന്ന കൂറിയിട്ട ആദമിൻ്റെ ചിത്രം ഒരു വില്ലൻ്റേതായിരുന്നു. അന്ന് ഹെന്ന പനിച്ചു കിടപ്പായതുകൊണ്ട് മറിയം ഒറ്റക്കായിരുന്നു. കോളേജ് വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് ഒരു ബഹളം കേട്ടത്. സാധാരണ ഇത്തരം കാര്യങ്ങളിൽ തലയിടാറില്ലെങ്കിലും ഒരാകാംക്ഷ മറിയത്തെ അവിടെ പിടിച്ചു നിർത്തി. മുന്നിലെ കവലയിൽ ആകെ യുദ്ധക്കളമായിരുന്നു അന്നേരം. ആദമും അവൻ്റെ കൂട്ടുകാരും മറ്റൊരു സംഘവുമായി ഏറ്റുമുട്ടുകയാണ്. ചുറ്റും ചിതറിക്കിടക്കുന്ന സോഡാ കുപ്പികളും മരത്തടികളും ആകെ നിലവിളികളും അസഭ്യവർഷങ്ങളും മാത്രം. മറിയത്തിന് ഇതൊക്കെ പുതുമ ഉള്ള കാഴ്ചകളാണ്. ജനിച്ചതും വളർന്നതും വിദേശത്താണ്. അവിടെ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ കിട്ടില്ല. അഥവാ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തല പോകുന്ന വഴിയും അറിയില്ല. മറിയം ഭയത്തോടെ മുന്നിലേക്ക് നോക്കി. കൂട്ടത്തിൽ ഒരാൾ ആദമിൻ്റെ തോളിൽ ഒരു കമ്പുകൊണ്ട് ആഞ്ഞടിച്ചത് പെട്ടെന്നാണ്. മറിയം ആ കാഴ്ചയിൽ ഞെട്ടിപ്പോയി. പക്ഷേ അടികൊണ്ട ആദം കുലുങ്ങിയില്ല. പകരം ആദം അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഒരൊറ്റ തള്ളലായിരുന്നു. മതിലിലിടിച്ച് വീണ അവൻ്റെ മുഖത്തേക്ക് ആദം തൻ്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് ആഞ്ഞടിച്ചു. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു നിസ്സംഗതയായിരുന്നു. താൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന ബോധമേ ആ മുഖത്തില്ല. വീണുകിടക്കുന്നവൻ്റെ നേരെ ആദം ആഞ്ഞു ചവിട്ടുന്നത് കണ്ടപ്പോൾ മറിയം അറിയാതെ വാ പൊത്തിപ്പോയി. അടിപിടിക്കിടയിൽ ആദമിൻ്റെ കയ്യിൽ നിന്നും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ചോര കണ്ടിട്ടും അവൻ ഒട്ടും പതറുന്നില്ല. വീണുകിടക്കുന്നവൻ്റെ ചോര അവൻ്റെ കുപ്പായത്തിലും തെറിച്ചിട്ടുണ്ട്. എന്നെ പറഞ്ഞത് എത്ര ശരിയാണെന്ന് മറിയത്തിന് അപ്പോൾ തോന്നി. തൻ്റെ നേരെ വരുന്നവരെയെല്ലാം അടിച്ചു വീഴ്ത്തുന്ന ആദം ചോര കണ്ടാൽ അറക്കാത്ത, ദയയില്ലാത്ത വെറും ഒരു ഇബിലീസ് തന്നെയാണെന്ന് മറിയത്തിന് ബോധ്യപ്പെട്ടു. മറിയം അവിടെ നിൽക്കാതെ പേടിയോടെ ഓടി. അവളുടെ മനസ്സിൽ ആദമിൻ്റെ ആ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന രൂപമായിരുന്നു തെളിഞ്ഞു നിന്നത്. മറിയത്തിൻ്റെ മുഖം ആകെ വിളറി വെളുത്തിരുന്നു. തലേ ദിവസം കണ്ട ആ ഭീകര കാഴ്ച അവളുടെ കണ്ണുകളിൽ നിന്ന് മായുന്നില്ല. ക്ലാസ്സിൽ ഹെന്ന എത്തിയ പാടെ മറിയം അവളൊരു വശത്തേക്ക് മാറ്റി നിർത്തി. ഹെന്ന, നീ പറഞ്ഞത് എത്ര ശരിയാണെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. മറിയത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എന്താടി, എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഹെന്ന ആശ്ചര്യത്തോടെ ചോദിച്ചു. മറിയം തലേ ദിവസം കണ്ട കാഴ്ചകൾ ഓരോന്നായി വിവരിച്ചു. ആദമിൻ്റെ ആ താണ്ഡവവും ചോരയിൽ കുളിച്ചു നിൽക്കുന്ന അവൻ്റെ ഭാവവും എല്ലാം കേട്ടപ്പോൾ ഹെന്നയുടെ മുഖത്ത് ഒട്ടും അത്ഭുതം തോന്നിയില്ല. പകരം ഒരു തരം പുച്ഛവും ദേഷ്യവുമാണ് നിറഞ്ഞത്. ഹെന്ന ഒരു ദീർഘനിശ്വാസത്തോടെ മറിയത്തിൻ്റെ തോളിൽ കൈവച്ചു.
ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മറിയം, അവൻ വെറും ഒരു മനുഷ്യനല്ല, ഒരു പിശാശാണ്. ചോര കണ്ട അവനൊരു അറപ്പുമില്ല. അടിപിടി തുടങ്ങാൻ അവന് പ്രത്യേകിച്ച് ഒരു കാരണം പോലും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ഇബിലീസ് എന്ന് വിളിക്കുന്നത്. അവനത് അർഹിക്കുന്നുണ്ട്. നിനക്കറിയോ, വീട്ടിൽ വന്നാൽ പോലും അവൻ ആരോടും മിണ്ടാറില്ല. ആ കണ്ണുകളിൽ നോക്കിയ ഒരു തരം ഇരുട്ടാണ് മറിയം. ഹന്നക്ക് അവന് വെറുപ്പാണ്. അതിലുപരി അവനോട് ദേഷ്യവുമാണ്. ഹന്നയുടെ വാക്കുകൾ മറിയത്തിൻ്റെ മനസ്സിൽ ആദമിനെ ഒരു ഭീകരരൂപിയായി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. മറിയത്തിന് ക്ലാസ് ഇല്ലാത്ത ദിവസം. അന്ന് വൈകുന്നേരം ആകാശമാകെ ഇരുണ്ടുകൂടിയിരുന്നു. ഉമ്മുമ്മയും ഉപ്പുപ്പയും അടുത്തൊരു കല്യാണത്തിന് പോയതുകൊണ്ട് മറിയം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ജനലിലൂടെ പുറത്ത് പെയ്യാൻ നിൽക്കുന്ന മഴക്കാർ നോക്കി നിൽക്കുകയായിരുന്നു മറിയം. പെട്ടെന്നാണ് ഉമ്മറത്തെ കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ഇത്ര പെട്ടെന്ന് ഇവർ തിരിച്ചെത്തിയോ? മറിയം സന്തോഷത്തോടെ തുള്ളിച്ചാടി ചെന്ന് വാതിൽ വലിച്ചു തുറന്നു. എന്തുമ്മേ ഇത്ര വൈകിയ? ചോദിച്ച വാക്കുകൾ പകുതിയിൽ വെച്ച് അവളുടെ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. മുന്നിൽ നിൽക്കുന്നത് ഉമ്മുമ്മയും ഉപ്പുപ്പയുമല്ല, സാക്ഷാൽ ആദം, അല്ല ഇബിലീസ്. കറുത്ത ഷർട്ടും ബ്ലൂ ജീൻസുമാണ് അവൻ്റെ വേഷം. ഷർട്ടിൻ്റെ കൈകൾ മടക്കി വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഒരു ചെറിയ മുറിവും ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഴ ചാറി തുടങ്ങിയതുകൊണ്ട് അത് നനഞ്ഞെന്ന പോലെ അവൻ്റെ മുടിയിഴകൾ നെറ്റിയിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ആ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ടതും മറിയത്തിൻ്റെ ശ്വാസം നിലച്ചു. ഹാജിയാരില്ലേ ഇവിടെ? അവൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായിരുന്നു. ആ ശബ്ദത്തിന് വല്ലാത്തൊരു മുഴക്കം. മറിയത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കുറച്ച് ദിവസം മുമ്പേ കണ്ട ആ ക്രൂരമായ അടിയും പിടിയും ചോരയിൽ കുളിച്ചു നിന്ന അവൻ്റെ രൂപവും മിന്നൽ പിണർ പോലെ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. അവളുടെ വിരലുകൾ വിറച്ചു. ഉള്ളം കൈകൾ വിയർത്തു. മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനല്ല, ഹെന്ന പറഞ്ഞ ഇബിലീസ് തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായി. തന്നെ ഉപദ്രവിക്കാൻ വന്നതാണോ അവൻ? മറിയത്തിൻ്റെ ചിന്തകൾ കാട് കയറി. ആദമിൻ്റെ നോട്ടം മറിയത്തിൻ്റെ മുഖത്തേക്ക് നീണ്ടു. അവൾ പേടിച്ച് പിന്നിലേക്ക് നീങ്ങി. തലക്കകത്ത് ഒരു പെരുപ്പ് അനുഭവപ്പെട്ടു. ചുറ്റുമുള്ള കാഴ്ചകൾ മങ്ങുന്നതായും വീടിൻ്റെ ചുവരുകൾ കറങ്ങുന്നതായും അവൾക്ക് തോന്നി. ഏയ്, തനിക്കിതെന്തു പറ്റി? ആദം ആകുലതയോടെ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും മറിയത്തിൻ്റെ കണ്ണുകൾ മറിഞ്ഞുപോയി. അവളുടെ കാലുകൾ തളർന്നു. നിലത്തേക്ക് പതിക്കുന്നതിന് മുമ്പ് അവൾ കണ്ട അവസാന കാഴ്ച തന്നെ താങ്ങാനായി നീളുന്ന ആദമിൻ്റെ ആ ബലിഷ്ഠമായ കൈകളായിരുന്നു. മറിയം പതുക്കെ കണ്ണു തുറന്നപ്പോൾ കണ്ടത് മുകളിലെ ഫാൻ കറങ്ങുന്നതാണ്. മുഖത്ത് നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. ആരോ വെള്ളം തളിച്ചതാണെന്ന് മനസ്സിലായി. മറിയം പതുക്കെ ചെരിഞ്ഞു നോക്കിയപ്പോൾ ദാ തൊട്ടടുത്തിരിക്കുന്നു സാക്ഷാൽ ഇബിലീസ്. ആദം തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവുമുണ്ട്. ബോധം പൂർണ്ണമായും തെളിഞ്ഞതും മറിയം കട്ടിലിൽ നിന്നും ഒരൊറ്റ ചാട്ടം. സോഫയുടെ മൂലയിലേക്ക് പറ്റിയിരുന്ന് അവൾ അലറി വിളിച്ചു, അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് ദുബായിലേക്ക് തിരിച്ചു പോകണം, എൻ്റെ പാസ്പോർട്ട് എന്തിയേ, ഉമ്മുമ്മേ ഓടി വരണേ. മറിയം കൈകൾ കൊണ്ട് മുഖം പൊത്തി കരച്ചിലോട് കരച്ചിൽ. ആദം ഒരു നിമിഷം ശില പോലെ ഇരുന്നു പോയി. താൻ വെള്ളം തളിച്ച് ബോധം വരുത്തിയത് ഇത്ര വലിയ അബദ്ധമാകുമെന്ന് അവൻ കരുതിയില്ല. കുരുപ്പ് ബോധമില്ലാതെ കിടക്കുന്നത് തന്നെയായിരുന്നു നല്ലതെന്ന് അവൻ ഉള്ളിൽ പിറുപിറുത്തു. എടോ, താനൊന്ന് നിർത്തുന്നുണ്ടോ? ആദം എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വരാനാഞ്ഞു. അടുത്ത് വരരുത്, നിങ്ങൾ ഇബിലീസല്ലേ, എന്നെ കൊല്ലല്ലേ. മറിയം കണ്ണും പൂട്ടി ആഞ്ഞു ശ്വാസം വിട്ടു. ആദം ഒരു ചുവടും കൂടെ മുന്നോട്ട് വെക്കവേ മറിയം ആ പില്ലോ എടുത്ത് അവൻ്റെ നേരെ വീശിയെറിഞ്ഞു. ആദം അതൊരൊറ്റ കൈ കൊണ്ട് ക്യാച്ച് ചെയ്തു. അവൻ്റെ മുഖത്ത് ഇപ്പോൾ ദേഷ്യത്തേക്കാൾ കൂടുതൽ ഇതെന്ത് ജന്തുവാ എന്നൊരു ഭാവമായിരുന്നു. നോക്ക്, ഞാൻ ഹാജിയാരെ കാണാൻ വന്നതാ. അതൊന്ന് പറഞ്ഞു മുഴുവനിപ്പിക്കും മുമ്പ് തൻ്റെ ബോധം പോയില്ലേ? ബോധം പോയ തന്നെ ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. എന്നിട്ട് ആ പോയ ബോധം തിരിച്ചു വന്നോട്ടെ എന്ന് കരുതി കുറച്ച് വെള്ളം ഒന്ന് ആ തിരുമോന്തയിൽ തളിച്ചു. ഇതിനാണോ താൻ ഈ കൊലവിളി നടത്തുന്നത്? ആദം പല്ലിഞ്ഞെരിച്ചു. അപ്പോൾ എന്നെ കൊല്ലാൻ വന്നതല്ലേ? മറിയത്തിനാകെ സംശയമായി. കണ്ട കോഴികളെ പിടിച്ച് അറുത്തുവിടാൻ ഞാൻ അറവുശാല നടത്തുവല്ല. ആദം കണ്ണ് ചുരുക്കി അങ്ങ് പറയവേ മറിയത്തിൻ്റെ ചുണ്ട് കൂടിപ്പോയി. കോഴി തൻ്റെ മറ്റവൾ എന്നവൾ പിറുപിറുക്കുകയും ചെയ്തു. തനിക്ക് എന്നറിയാമോ? സംഭവം ഹെന്നയുടെ കൂടെ വാല് പോലെ നടക്കുന്ന മറിയത്തിനെ ഇന്നേ വരെ ആദം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം. അറിയില്ല. മറിയം വിലങ്ങനെ തലയാട്ടി. നുണ പറഞ്ഞുണ്ടല്ലോ, ആ ഉണ്ടക്കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. ആദം നാവ് കടിച്ചുകൊണ്ട് മുരണ്ടു.
പടച്ചോനെ വേണ്ട. എന്നാ പറ, എന്നെങ്ങനെ അറിയാം? ഹെന്നയുടെ കാക്കല്ലേ, എനിക്കറിയാം. നിനക്ക് എന്നെ എങ്ങനെ അറിയാം? ആദമിൻ്റെ നെറ്റിയിൽ വരകൾ വീണു. ഞങ്ങളൊപ്പം പഠിക്കുന്നതാ, മറിയം നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു. ആദം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നെ പറഞ്ഞു തന്നതാണോ ഇബിലീസ് എന്ന പേര്? ആ ഡോറിനരികിലെത്തിയപ്പോൾ അവൻ മെല്ലെ അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ? മറിയം പിന്നെയും വിക്കി. ആദമിൻ്റെ മുഖത്ത് എന്തോ സങ്കടം നിഴലിക്കുന്ന പോലെ തോന്നി അന്നേരം മറിയത്തിന്. അവൻ അങ്ങ് പുറത്തിറങ്ങിയതും മറിയത്തിൻ്റെ ഉപ്പുപ്പായും ഉമ്മമായും വന്നിരുന്നു. അവരെ കണ്ടപ്പോൾ മറിയത്തിനും ആശ്വാസമായി. ആ, ഇതെപ്പോൾ എത്തി? ഹാജിയാർ അവനെ നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു. ഓ, വന്നിട്ട് കുറച്ച് നേരമായി. അല്ല ഹാജിയരെ, ഏത് ഈ കിളിപോയ ഐറ്റം? മറിയത്തിന് നേരെ മുഖം കാണിച്ചുകൊണ്ടാണ് അവൻ അത് ചോദിച്ചത്. ആദമിൻ്റെ ആ ചോദ്യം കേട്ട് ചിരിക്കുന്ന ഉപ്പുപ്പയെയും ഉമ്മയെയും നോക്കി മറിയം കണ്ണുരുട്ടി. ഇതെൻ്റെ പേരക്കുട്ടിയാ, സക്കീറിൻ്റെ മോള്. ആദം പതിയൊന്ന് തലയാട്ടി. ഉപ്പുപ്പ ആദമിനോട് എന്തോ കണക്കും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉമ്മുമ്മ അങ്ങ് അകത്തേക്ക് കയറി വന്നു. അല്ല ഉമ്മുമ്മ, അയാളെന്താ ഇവിടെ? മറിയം ഉമ്മുമ്മക്ക് പിന്നാലെ വെച്ച് പിടിച്ചു. ഓനിടക്ക് അടക്ക കമ്പനിയിലെ കാര്യങ്ങൾ സഹായിക്കാൻ ഉപ്പുപ്പ ഇതുപോലെ വിളിച്ചു വരുത്താറുണ്ട്. അല്ല, എൻ്റെ കൂട്ടുകാരിയുടെ കാക്കല്ലേ ഓൻ, ഹെന്നയുടെ? ആ, ബെസ്റ്റ് ആളെയാ ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നേ. മറിയം ചുണ്ടുകൊട്ടി. അതെന്താ ഈ അങ്ങനെ പറഞ്ഞേ? എന്നെ പറയാറുണ്ടല്ലോ അയാളൊരു ഇബിലീസാണെന്ന്. ദേ മറിയൂ, അതിനെപ്പറ്റി വേണ്ടാത്തത് പറഞ്ഞാൽ പെട കിട്ടും കേട്ടോ. ചെറുപ്പത്തിലെ എത്തിയുമായതാ അത്, പാവം. കുറച്ച് ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാ. എന്ന് കരുതി അത് അത്ര മോശമൊന്നുമല്ല. നിന്റെ കൂട്ടുകാരി തീരെ ശരിയല്ല കേട്ടോ മറിയൂ. ഇങ്ങനെയൊക്കെയാണോ ഇക്കാക്കയെ പറ്റി പറയുന്നേ? ഉമ്മുമ്മ ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അങ്ങ് കയറിപ്പോയി. എന്നെയെപ്പറ്റി ഉമ്മുമ്മ പറഞ്ഞത് മറിയത്തിനും ആദമിനെ പറ്റി മറിയം പറഞ്ഞത് ഉമ്മുമ്മക്കും ഇഷ്ടപ്പെട്ടില്ല. ഓ പിന്നെ, ഇബിലീസിനെ ഇബിലീസ് എന്നല്ലാതെ പിന്നെ മലക്ക് എന്ന് വിളിക്കാൻ പറ്റുമോ? ചുണ്ടുകൊട്ടി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് മറിയ തിരിഞ്ഞത് ആദമിൻ്റെ അടുത്തേക്കാണ്. ദേ, കയ്യും പിണച്ചു കെട്ടി തന്നെ നോക്കി നിൽക്കുന്നു. താൻ പറഞ്ഞത് അവൻ കേട്ടു എന്ന് ഉറപ്പാണ് മറിയുവിന്. മറിയു അവനെ നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചു കാണിച്ചു. ആദം തിരിച്ചു ചിരിക്കുന്നില്ല എന്ന് കണ്ടതോടെ മറിയം ജീവനും കയ്യിൽ പിടിച്ച് അകത്തേക്കൊരു ഓട്ടം വെച്ചു കൊടുത്തു. മറിയത്തിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ആദമിൻ്റെ മനസ്സിൽ അവളുടെ വാക്കുകൾ ഒരു മുള്ളുപോലെ തറഞ്ഞു നിന്നു. ഇബിലീസ്, സ്വന്തം അനിയത്തി മറ്റുള്ളവർക്ക് മുന്നിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണെന്നറിഞ്ഞപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന നീറ്റൽ അവൻ മനഃപൂർവ്വം അറിയുന്നില്ല എന്ന് നടിച്ചു. വളരെ അപൂർവമായി മാത്രമേ ആദം സ്വന്തം തറവാട്ടിലേക്ക് പോവാറുള്ളൂ. ഉമ്മയും ഉപ്പയും മരിച്ചതിന് ശേഷം ആ വീട് അവന് അന്യമായിരുന്നു. മുറ്റത്ത് ബൈക്ക് നിർത്തുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉമ്മറത്ത് ഹെന്നയും അവളുടെ ഉമ്മ സൈനബയും ഒന്ന് എത്തി നോക്കി. അവർ രണ്ടാളും ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു അന്നേരം. ആദമിനെ കണ്ടതും ഹെന്നയുടെ മുഖം ഇരുണ്ടു. എന്താ ഉമ്മ ഇന്ന് സ്പെഷ്യൽ? നല്ല മണം വരുന്നുണ്ടല്ലോ. ഒരു ചെറു ചിരിയോടെ ആദം ചോദിച്ചു. ഹെന്നയുടെ ഉമ്മാക്ക് അവനോട് വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. വിരോധമില്ലെന്ന് മാത്രമല്ല, അവർക്ക് അവനെ ഒരുപാട് ഇഷ്ടവുമാണ്. ഇന്ന് നെയ്ച്ചോറും കോഴിക്കറിയുമാണ് മോനെ. നീ വന്നത് നന്നായി. വാ, കൈ കഴുകിയിരിക്ക്, ചൂടോടെ കഴിക്കാം, സൈനബ സ്നേഹത്തോടെ അവനെ വിളിച്ചു. ആദം എന്നെ ഒന്ന് പാളി നോക്കി. അവൾ അവനെ കണ്ട ഭാവം നടിക്കാതെ പ്ലേറ്റിലെ ചോറിൽ വിരലുകൾ കൊണ്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നെയ്ച്ചോറും കോഴിക്കറിയും. അവൻ സന്തോഷത്തോടെ കൈ കഴുകി അവർക്കൊപ്പം ഇരുന്നു. ആദ്യത്തെ ഉരുള വായിൽ വെച്ചപ്പോൾ തന്നെ രുചിമുകുളങ്ങൾ അവനിൽ ഉണർന്നു. നന്നായിട്ടുണ്ട് ഉമ്മ. അവൻ സൈനബയെ നോക്കി ചിരിച്ചു. അപ്പോഴാണ് മുഖം വീർപ്പിച്ചു വെച്ച് കഴിക്കാതിരിക്കുന്ന ഹെന്നയെ അവൻ ശ്രദ്ധിച്ചത്. മോളെ, നീ കഴിക്കുന്നില്ലേ? ആദം മെല്ലെ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് ശബ്ദത്തോടെ നിരക്കി മാറ്റി കയ്യിലെടുത്തുകൊണ്ട് എന്നെ എഴുന്നേറ്റു. എനിക്ക് വിശപ്പില്ല. അവൾ ദേഷ്യത്തോടെ ആ പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് വേഗത്തിൽ നടന്നു. ആദമിൻ്റെ കൈകൾ പ്ലേറ്റിൽ നിശ്ചലമായി. അവൻ്റെ നെഞ്ചിൽ ഒരു ഭാരം വന്ന് നിറഞ്ഞു. മറിയം പറഞ്ഞ വാക്കുകൾ പിന്നെയും കാതിൽ മുഴങ്ങി. ഹെന്ന, നീ ഇത് എന്ത് കാണിക്കലാ അവനോട് കാണിക്കുന്നത്? ഉമ്മ അവളെ ശാസിക്കാനായി പിന്നാലെ പോകാൻ തുനിഞ്ഞു. സാരമില്ല ഉമ്മ, വിട്ടേക്ക്. അവൾക്ക് ഇഷ്ടമില്ലല്ലോ ഞാൻ കൂടെ ഇരിക്കുന്നത്, അതുകൊണ്ടാവും. ആദം അവരെ തടഞ്ഞു. തൻ്റെ മുന്നിലിരിക്കുന്ന ചോറിലേക്ക് അവൻ നോക്കി. അവൻ ചോറ് കഴിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു ഉരുള പോലും തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നില്ലായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് തുള്ളിക്കൊരു കുടം കണക്കെ കണ്ണുനീർ ആ ചോറിലേക്ക് അടർന്നു വീണുകൊണ്ടിരുന്നു.
താൻ നാട്ടുകാർക്ക് വില്ലനായിരിക്കാം, ഗുണ്ടയായിരിക്കാം, പക്ഷേ സ്വന്തം കൂടപ്പിറപ്പിന് പോലും താൻ ഒരു ഇബ്ലീസാണല്ലോ എന്നോർത്തപ്പോൾ ആദമിൻ്റെ ബലിഷ്ഠമായ കൈകൾ വിറച്ചു. ഉമ്മ, എനിക്ക് വിശപ്പില്ല, ഞാൻ പിന്നെ വരാം. കഴിച്ചു തുടങ്ങിയ ചോറ് അവിടെ ഉപേക്ഷിച്ച് കണ്ണുനീർ ആരും കാണാതിരിക്കാൻ തല താഴ്ത്തി ആദം വേഗത്തിൽ പുറത്തേക്ക് തന്നെ നടന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മറിയം ആദമിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവൻ വീട്ടിൽ വരും. ഉപ്പുപ്പാക്ക് അവന് വലിയ കാര്യമാണ്. ഓൻ വന്നാൽ ഉപ്പുപ്പ പിന്നെ 100 ആളാണ്. അത് കാണുമ്പോൾ മറിയുവിന് കുശുമ്പ് കുത്തും. എന്നയുടെ പിറന്നാൾ ദിവസമായിരുന്നു അന്ന്. ഉറ്റ കൂട്ടുകാരിയായ മറിയത്തിനെ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ മറിയം വലിയ ആവേശത്തിലായിരുന്നു. എന്നയ്ക്ക് പിറന്നാൾ സമ്മാനമായി നല്ലൊരു പുത്തൻ ഉടുപ്പ് വാങ്ങിയാണ് മറിയം എന്നയുടെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷെ അന്നേരമാണ് മറിയം അവിടെ ആദമിൻ്റെ ബൈക്ക് ശ്രദ്ധിച്ചത്. അകത്തു നിന്ന് എന്തൊക്കെയോ സംസാരങ്ങളും കേൾക്കാം. മറിയം മടിച്ച് വാതിൽക്കൽ വരെ എത്തി. സൈനബ ഉമ്മ അടുക്കളയിൽ ബിരിയാണി വെക്കുന്ന തിരക്കിലാണ്. മോളെ, ഇന്ന് നിന്റെ പിറന്നാളല്ലേ? ദാ ഇത് കാക്കയുടെ വക. വിടക്കുന്ന കൈകളോടെ അവൻ ആ പൊതി ഹെന്നയ്ക്ക് നേരെ നീട്ടി. ഹെന്ന ആ കവറിലേക്കൊന്ന് നോക്കി. എന്നിട്ട് പരിഹാസത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. നിങ്ങൾ പാവങ്ങളെ തല്ലിയും ഗുണ്ടായുസം കാണിച്ചുണ്ടാക്കുന്ന ഈ പൈസ എനിക്ക് വേണ്ട. എടുത്തടിച്ച പോലെ ഹെന്ന പറഞ്ഞു. പുറത്തത് കേട്ട് നിന്നിരുന്ന മറിയത്തിൻ്റെ മുഖം പോലും വിളറിപ്പോയി. അത്രയും അമർഷത്തോടെയാണ് ഹെന്ന അത് പറയുന്നത്. ആദമും ഹെന്നയും അന്നേരം മറിയുവിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദമിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. കാശുണ്ടാക്കാൻ ഇക്കാക്ക പല പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ പഠിച്ചോന് നിരക്കാത്ത പണിയൊന്നും ഇക്കാക്ക ഇന്നവരെ ചെയ്തിട്ടില്ല മോളെ. ആദം എന്നെ നോക്കി പറഞ്ഞു. നിങ്ങളുടെ ന്യായീകരണം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. എന്ന ശബ്ദമുയർത്തി. ബഹളം കേട്ട് സൈനബ ഉമ്മ ഓടി വന്നു. എന്നയുടെ ആദമിനോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ ഉമ്മക്ക് സഹിച്ചില്ല. നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? ഒരു പിറന്നാൾ ദിവസമായിട്ട്. സൈനബ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ ഒരടി കൊടുത്തു. എനിക്ക് ദേഷ്യം വന്നു. കണ്ടോ, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഉമ്മ എന്നെ തല്ലി. എൻ്റെ നല്ല ദിവസങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ നശിപ്പിക്കും. അവൾ കരഞ്ഞുകൊണ്ട് അകത്തെ മുറിയിലേക്ക് ഓടി വാതിലടച്ചു. ആദം അവിടെ തറഞ്ഞു നിന്നുപോയി. കയ്യിലെ പൊതി താഴെ വീഴാതെ അവൻ മുറുകെ പിടിച്ചു. സൈനബ ഉമ്മ അവനെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. ആ കാഴ്ചകൾ കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു മറിയം. ആദം മറിയത്തിൻ്റെ അടുത്തെത്തി നിന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ആഹാ, താനോ? കൂട്ടുകാരിയുടെ ക്ഷണമുണ്ടാവും അല്ലേ? ചുവന്നു കലങ്ങിയ കണ്ണുകൾ ഷർട്ടിൻ്റെ കോളറിൽ തുടച്ചുകൊണ്ട് ആദം അവളോട് കുശലം ചോദിച്ചു. മറിയത്തിനെന്തോ അവനോട് പാവം തോന്നി. അവന് ഹെന്നയെ ഒരുപാട് ഇഷ്ടമാണെന്ന് മറിയത്തിന് തോന്നി. താൻ എനിക്ക് ഒരു ഉപകാരം ചെയ്യുവോ? ഇതിലൊന്ന് നീ അവൾക്ക് കൊടുക്കുവോ? ഞാൻ തന്നതാണെന്ന് പറയണ്ട, നീ വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ മതി. അവൾക്ക് ഈ നിറം വലിയ ഇഷ്ടമാണ്. ആ പൊതി മറിയത്തെ ഏൽപ്പിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. മറിയത്തിന് ആ നിമിഷം ആദമിനോട് വല്ലാത്ത അനുകമ്പ തോന്നി. ഞാൻ കൊടുത്തോളാം. മറിയം അത് വാങ്ങി. ആദം ഒരു നന്ദി സൂചകമായി ചിരിച്ചുകൊണ്ട് തലയാട്ടി വേഗത്തിൽ ബൈക്കെടുത്ത് പാഞ്ഞുപോയി. അകത്ത് ചെന്ന മറിയം കണ്ടത് മുഖം വീർപ്പിച്ചിരിക്കുന്ന ഹെന്നയെയാണ്. മറിയത്തെ കണ്ടപ്പോൾ പിന്നെ ഹെന്നയുടെ മുഖം ഒന്ന് അയഞ്ഞു. മറിയം തൻ്റെ ഗിഫ്റ്റും ആദം കൊടുത്ത ഗിഫ്റ്റും അവൾക്ക് നൽകി. എടി, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ, ഇതൊന്ന് ഇട്ട് നോക്ക്. ആദം കൊടുത്ത ഡ്രസ്സ് കാണിച്ച് മറിയം പറഞ്ഞു. അത് കണ്ടപ്പോൾ ഹെന്നയുടെ കണ്ണുകൾ തിളങ്ങി. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി മറിയം. നിനക്കെങ്ങനെ മനസ്സിലായി ഈ കളർ എനിക്കിഷ്ടമാണെന്ന്? സന്തോഷത്തോടെ അവൾ അത് ധരിക്കാനായി റൂമിലേക്ക് പോയി. ഹെന്ന ഡ്രസ്സ് മാറ്റാൻ പോയ സമയം മറിയം അടുക്കളയിൽ സൈനബ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മ കരഞ്ഞു കലങ്ങിയ കണ്ണ് തുടക്കുന്നുണ്ടായിരുന്നു. ഉമ്മ എന്തിനാ കരയുന്നേ? മറിയം ചോദിച്ചു. ആ, മോള് വന്നോ? അങ്ങോട്ടിരിക്ക്. ഉമ്മ ബിരിയാണി വെച്ചിട്ടുണ്ട്. സൈനബ വിഷയം മാറ്റിക്കൊണ്ട് സംസാരിച്ചു. പക്ഷെ മറിയം ആ വിഷയം വിടാൻ ഒരുക്കമല്ലായിരുന്നു. ഉമ്മ, എന്തിനാ ഹെന്ന ഇക്കാക്കയോട് ഇങ്ങനെ പെരുമാറുന്നത്? സ്വന്തം ഇക്കാക്കയല്ലേ, പിന്നെന്താ ഇങ്ങനെ? മറിയം മെല്ലെ ചോദിച്ചു. ആ, മോളെല്ലാം കേട്ടൂലേ? ഞാൻ പുറത്തുണ്ടായിരുന്നു. സൈനബമ്മ ഒരു ദീർഘനിശ്വാസത്തോടെ മറിയത്തിനടുത്തിരുന്നു. അവൾക്കൊരു തരം വാശിയാ മോളെ. ഈ കാണുന്ന ആദമല്ല സത്യം. അവൻ്റെ ഉമ്മ മരിച്ച ശേഷമാണ് ആദമിൻ്റെ വാപ്പ എന്നെ വിവാഹം കഴിച്ചത്. എന്നെ ജനിച്ച് 1 വർഷം തികയും മുമ്പേ അദ്ദേഹം മരിച്ചു. അന്ന് ഞങ്ങൾ ആകെ പട്ടിണിയിലായിരുന്നു. എന്നക്ക് പാൽ വാങ്ങി കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു. ഉമ്മ ഒന്ന് നിർത്തി പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. അന്ന് ആദം വെറും കുട്ടിയായിരുന്നു, പള്ളിക്കൂടത്തിൽ പോകേണ്ട പ്രായം. പക്ഷെ തൻ്റെ അനിയത്തി വിശന്ന് കരയുന്നത് കാണാൻ അവൻ കഴിയുമായിരുന്നില്ല. അവൻ കിട്ടിയ പണിക്കൊക്കെ പോയി.
ചുമടെടുത്തു, മീൻ വിറ്റു. അങ്ങനെ അവൾക്ക് വേണ്ടിയാ അവൻ വളർന്നത്. എന്നിട്ട് എപ്പോഴും ഉമ്മ ഈ അടിപിടിയിലൊക്കെ ചെന്ന് പെട്ടത്? മറിയം ആകാംക്ഷയോടെ ചോദിച്ചു. അതൊരു വലിയ കഥയാണ് മറിയം. എന്നക്ക് 10 വയസ്സുള്ളപ്പോൾ അവൾക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. വലിയൊരു തുക വേണമായിരുന്നു. പണമില്ലാതെ ഞാൻ തളർന്നു പോയപ്പോൾ ആദ്യം ആരോടും പറയാതെ എവിടെയോ പോയി. 2 ദിവസം കഴിഞ്ഞ് അവൻ പണവുമായി വന്നു. ആ പണം കൊണ്ടാണ് ഇന്ന് അവൾ ഈ ജീവനോടെ ഇരിക്കുന്നത്. പക്ഷേ ആ പണം സംഘടിപ്പിക്കാൻ അവൻ ചില കൊട്ടേഷൻ സംഘങ്ങളുടെ കൂടെ നിൽക്കേണ്ടി വന്നു. നാട്ടുകാരുടെ കണ്ണിൽ അവൻ ഗുണ്ടയായി. പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി. അതുകൊണ്ട് എന്നെ അവന് വെറുത്തു. പക്ഷെ അവൾക്ക് വേണ്ടി മാത്രമാണ് അവൻ ആ ഇരുളിലേക്ക് ഇറങ്ങിയതെന്ന് അവൾ ഇന്നുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സൈനബ ഉമ്മയുടെ വാക്കുകൾ കേട്ട് മറിയം തരിച്ചുപോയി. താൻ ഇത്രയും കാലം പേടിച്ചിരുന്ന ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു പോരാളിയായിരുന്നു. സ്വന്തം അനിയത്തിയുടെ ജീവന് വേണ്ടി തൻ്റെ സൽപ്പേരും ജീവിതവും ബലി കൊടുത്ത ഒരാൾ. പിറന്നാൾ ആഘോഷങ്ങൾ കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും മറിയത്തിൻ്റെ ഉള്ളിൽ അപ്പാടെ അവനായിരുന്നു ആദം. മറിയത്തിനെന്തോ ദിവസം കഴിയുന്തോറും ആദമിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. ആ കുഞ്ഞിഷ്ടം പരിണമിച്ചു. അത് പ്രണയമായി മാറുന്നത് അവൾ അറിഞ്ഞു തുടങ്ങി. എന്നെ ആ സമയത്ത് കോളേജിലൊരു സീനിയർ വിദ്യാർത്ഥിയായ ഷാനുമായി പ്രണയത്തിലായി. ഷാനുവിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് ആരൊക്കെയോ മറിയുവിനോട് വന്ന് പറഞ്ഞു. മറിയ ഇതിനെപ്പറ്റി പലതവണ എന്നേക്ക് മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും അവളത് മുഖവുരക്ക് എടുത്തില്ല. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. മറിയത്തിന് വയ്യാത്തതിനാൽ അവൾ അന്ന് കോളേജിൽ പോയിരുന്നില്ല. എന്നെ വിളിച്ചപ്പോൾ അവൾ ഷാനിനൊപ്പം പുറത്തു പോകുകയാണെന്ന് അവൾ പറഞ്ഞു. മറിയുവിനത് കേട്ടപ്പോൾ മുതൽ ഒരു അസ്വസ്ഥത. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല ഷാനിനെ. കുറേ നേരം തിരിച്ചും മറിച്ചും ആലോചിച്ചുകൊണ്ട് മറിയു ഒരു സ്വസ്ഥത കിട്ടാതെ ആയപ്പോൾ ഉപ്പുപ്പാൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി ആദമിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഷാൻ അവളെ ഒരു ആഡംബര ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ ഹെന്നയെ തന്ത്രപൂർവ്വം മുകളിലത്തെ നിലയിൽ എടുത്തു വെച്ചിരുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഷാൻ, നമുക്ക് ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോകാം. എന്നെക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നി. അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല ഹെന്നെ, എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കണം. ഷാനിൻ്റെ ഭാവം പെട്ടെന്ന് മാറി. അവൻ്റെ കണ്ണുകളിൽ കാമത്തിൻ്റെ വന്യത പടർന്നു. എന്നെ പേടിച്ചു വിറച്ചു. ഷാൻ, വേണ്ട പ്ലീസ്. അവൾ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ ബലമായി പിടിച്ചു തള്ളി. അവളുടെ കരച്ചിലും യാചനയും ആ മുറിക്കുള്ളിൽ ഒതുങ്ങി. ഷാൻ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയ നിമിഷം പുറത്ത് വലിയൊരു ശബ്ദത്തോടെ വാതിൽ തകർന്നു വീണു. മുന്നിൽ നിൽക്കുന്നത് ആദമാണ്. അവൻ്റെ കണ്ണുകളിൽ തീ പാറുന്നു. ഇക്കാക്ക! ഹെന്ന അലറിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നിലേക്ക് ഒളിച്ചു. ആദം ഷാനിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ചുവരിലേക്ക് ഒരൊറ്റ തള്ളലായിരുന്നു. പിന്നെ അവിടെ നടന്നത് ആദമിൻ്റെ താണ്ഡവമായിരുന്നു. ഷാൻ ചോരയിൽ കുളിച്ച് നിലത്ത് വീണു. ഓരോ അടി കൊടുക്കുമ്പോഴും ആദം അലറുന്നുണ്ടായിരുന്നു. എൻ്റെ പെങ്ങളെ തൊടാൻ നോക്കുന്നോടാ നായെ. ഷാനിൻ്റെ കൂട്ടാളികൾ വന്നെങ്കിലും ആദമിൻ്റെ ആ രൂപം കണ്ട് അവർക്ക് അടുത്തേക്ക് പോലും വരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ആദം ഷാനിനെ അവിടെ ഉപേക്ഷിച്ച് നിലത്ത് തകർന്നിരിക്കുന്നവൾ ഹെന്നയുടെ അടുത്തേക്ക് ചെന്നു. ഇക്കാക്ക കൂടെയുണ്ട്, വാ മോളെ. അവൻ്റെ ശബ്ദം അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ഈ ബിലീസിൻ്റെ പെങ്ങളല്ലാതെ മറ്റാരെയും കിട്ടിയില്ലടാ. കൂട്ടുകാർ ഷാനിനെ കുറ്റപ്പെടുത്തി. അവൻ കൊല്ലാതിരുന്നത് ഭാഗ്യം എന്നവർ പറഞ്ഞു. വീട്ടിലെത്തിയ ഹെന്ന ആരോടും ഒന്നും മിണ്ടിയില്ല. മുറിയിൽ കയറി വാതിലടച്ചു. ആദവും സൈനബുമ്മയും ആ വാതിലിന് പുറത്ത് നിസ്സഹായരായി നിന്നു. ആ രാത്രി ഹെന്നക്ക് കഠിനമായി പനി പിടിപെട്ടു. മാനസികമായ ആഘാതം അവളെ വല്ലാതെ തളർത്തിയിരുന്നു. അർദ്ധരാത്രിയായിട്ടും പനി കുറഞ്ഞില്ല. അവൾ അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. സൈനബുമ്മ അവളുടെ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ചു കൊടുത്തു. ആദം ആ രാത്രി അവളുടെ അരികിലിരുന്ന് നേരം വെളുപ്പിച്ചു. എന്തോ ഒരു ഭീകരമായ സ്വപ്നം. പെട്ടെന്ന് ഹെന്ന കണ്ണു തുറന്നു. മങ്ങിയ വെളിച്ചത്തിൽ അവൾ ആദമിനെ കണ്ടു. അവൾ പതുക്കെ കൈ നീട്ടി ആദമിൻ്റെ വിരലുകളിൽ മുറുക്കെ പിടിച്ചു. ആ, മോളുണർന്നോ? ആദം പതിയെ ചോദിച്ചു. അവൻ്റെ മുഖത്ത് ഒട്ടും പരിഭവമില്ല, ഒട്ടും പിണക്കവുമില്ല, ഒട്ടും വെറുപ്പില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ അവന് തന്നോട്. ഇക്കാക്ക, എന്നോട് പുറത്തേക്കണേ. അവളുടെ ശബ്ദം വിറച്ചു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ആദം അവളുടെ അരികിലിരുന്നു. അവൻ്റെ കൈകൾ കൊണ്ട് അവളുടെ തലയിൽ അവൻ മെല്ലെ തലോടി. സാരമില്ല മോളെ, ഇക്കാക്കയല്ലേ. ഞാൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചു, ഇബിലീസ് എന്ന് വിളിച്ചു. പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി. ഹെന്നക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവൾ അവൻ്റെ കൈ തൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ച് വിങ്ങിക്കരഞ്ഞു. ആ കഠിന ഹൃദയനായ ആദമിൻ്റെ കണ്ണുകളും അപ്പോൾ നിറഞ്ഞു.
വർഷങ്ങളായി അവൻ കൊതിച്ച ആ സ്നേഹവും അംഗീകാരവും ഒരു ചെറിയ സ്പർശനത്തിലൂടെ അവന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. പുറത്തുനിന്ന് ആ കാഴ്ച കണ്ട സൈനബയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ആ രാത്രിക്ക് ശേഷം ഹെന്നയുടെ ലോകം ആദമായി മാറി. താൻ ഇത്രയും കാലം വെറുത്തിരുന്ന തൻ്റെ ഇക്കാക്ക തനിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ അവൾ തിരിച്ചറിഞ്ഞു. ഹെന്നയുടെ നിർബന്ധത്തിന് വഴങ്ങി ആദം തൻ്റെ പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിച്ചു. ആദമിൻ്റെ മുഖത്തെ ആ പരുക്കം ഭാവം മാറി അവിടെ വല്ലാത്തൊരു ശാന്തത വന്ന് നിറഞ്ഞു. മറിയത്തിനിപ്പോൾ ആദമിനെ കാണുമ്പോഴൊക്കെ ഹൃദയമിടിപ്പ് കൂടും. ഹെന്നയുമായി കൂടുമ്പോൾ സംസാരമെല്ലാം ആദമിനെ കുറിച്ചായിരിക്കും. ആദമിനെ സ്നേഹത്തോടെ നോക്കുന്ന മറിയത്തെ ഹെന്നയും ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. കോളേജിലെ അവസാന വർഷ പരീക്ഷയുടെ ചൂടിലായിരുന്നു മറിയവും ഹെന്നയും. അതുകൊണ്ട് തന്നെ ഹെന്നയുടെ വീട്ടിലിരുന്ന് ഒരുമിച്ച് പഠിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. സൈനബമ്മ എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരുന്നു. ആദം സാധാരണ ഈ സമയത്ത് ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ ഉപ്പുപ്പയുടെ കമ്പനിയിലോ ആയിരിക്കും. അവൻ അവിടെ ഇല്ലെന്ന ഉറപ്പിലാണ് മറിയം ഹെന്നയുടെ വീട്ടിലെത്തിയത്. ഹെന്നയുടെ മുറിയിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയെങ്കിലും അവിടെ വല്ലാത്ത ചൂടായതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചവുമുള്ള ആദമിൻ്റെ മുറിയിലേക്ക് അവർ പഠനം മാറ്റി. ആദമില്ലാത്തതുകൊണ്ട് ആ മുറിയിൽ കയറാൻ മറിയത്തിന് മടിയുണ്ടായിരുന്നില്ല. പഠിച്ചു തളർന്നപ്പോൾ ഹെന്ന എഴുന്നേറ്റു. മറിയൂ, എനിക്ക് നല്ല ദാഹം. ഞാൻ പോയി കുറച്ച് ജ്യൂസോ വെള്ളമോ എടുക്കാം. നിനക്കെന്താ വേണ്ടത്? എനിക്കൊരു നല്ലൊരു കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, മറിയം പുസ്തകത്തിൽ നിന്ന് തല ഉയർത്താതെ പറഞ്ഞു. എന്നെ അടുക്കളയിലേക്ക് പോയതോടെ ആ മുറിയിൽ മറിയം ഒറ്റക്കായി. ആദമിൻ്റെ ഗന്ധം ആ മുറിയിൽ തങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മറിയം പതിയെ മുറിയിലാകെ കണ്ണോടിച്ചു. ചുവരിലെ ആണിയിൽ ആദം എപ്പോഴും ധരിക്കാറുള്ള ആ കറുത്ത ഷർട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഷർട്ടിൽ ആദമിനൊരു പ്രത്യേക ഗാംഭീര്യമുണ്ട്. അത് കണ്ടപ്പോൾ മറിയത്തിൻ്റെ ഉള്ളിൽ ഒരു കുസൃതി ഉണർന്നു. അവൾ പതിയെ എഴുന്നേറ്റ് ആ ഷർട്ടിനരികിലേക്ക് ചെന്നു. വിറക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ അതിലൊന്ന് തൊട്ടു. ആദമിൻ്റെ ഗന്ധം അതിൽ നിന്ന് പടരുന്നുണ്ടായിരുന്നു. മറിയം ചുറ്റും നോക്കി. എന്നെ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുന്ന ശബ്ദം കേൾക്കാം. ആരും കാണില്ലെന്ന ഉറപ്പിൽ മറിയം ആ കറുത്ത ഷർട്ട് ഹാങ്ങറിൽ നിന്നെടുത്തു. തൻ്റെ മുഖത്തോട് ചേർത്ത് അവൾ കണ്ണുപൂട്ടി ഒന്ന് നിന്നു. ആ ഗന്ധം മറിയുവിനെ മത്തുപിടിപ്പിച്ചു. ആ ഷർട്ട് തൻ്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. താൻ ആദമിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകളിൽ പ്രണയം തുളുമ്പി. അല്ല, ഇത്രയ്ക്ക് ഇഷ്ടമാണോ തനിക്ക് ആ മുഷിഞ്ഞ ഷർട്ട്? പെട്ടെന്നുണ്ടായ ആ ശബ്ദം കേട്ട് മറിയം ഞെട്ടിപ്പോയി. കയ്യിലിരുന്ന ഷർട്ട് താഴെ വീഴാൻ പോയെങ്കിലും അവൾ അത് മുറുകെ പിടിച്ചു. പേടിയോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽക്കൽ നിൽക്കുന്നു ദാ ആദം. കൈകൾ രണ്ടു പിണച്ചു കെട്ടി ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയുമായി ആദം അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. തൻ്റെ ഉള്ളിലെ ചിന്തകൾ അവൻ കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോൾ മറിയത്തിൻ്റെ മുഖം വിളറിപ്പോയി. അവളുടെ ശ്വാസം നിലച്ചുപോയി. ആദം പതിയെ മുറിക്കുള്ളിലേക്ക് കയറി. മറിയം പേടിച്ച് പിന്നിലേക്ക് മാറി. ആദം പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഹെന്ന അടുക്കളയിൽ തിരക്കിലാണെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ ആ മുറിയുടെ വാതിൽ പതിയെ ചാരി. കുറ്റിയിട്ടില്ലെങ്കിലും അടഞ്ഞ വാതിൽ മറിയത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയലുണ്ടാക്കി. അത് ഞാൻ ചുമ്മാ. മറിയം വിക്കി. അവളുടെ ഹൃദയം പടപടാ എന്ന് മിടിക്കുന്നുണ്ടായിരുന്നു. ആദം മറിയത്തിൻ്റെ തൊട്ടടുത്തെത്തി. അവളുടെ വിറക്കുന്ന കൈകളിൽ നിന്ന് അവൻ തൻ്റെ ഷർട്ട് വാങ്ങി. ഇത്രയും കാലം അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അവളുടെ മാറ്റങ്ങൾ വെറും തോന്നലല്ലെന്ന് ഇന്ന് അവളുടെ പ്രവൃത്തിയിലൂടെ ആദമിന് ഉറപ്പായി. പെണ്ണിന് തന്നെ കാണുമ്പോൾ ഒരു ചോരോറ്റൽ ഉള്ളതാണ്. അവളുടെ ഉള്ളിൽ തനിക്കൊരു സ്ഥാനമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്നെ കാണും ആദം മാറ്. മറിയം തല താഴ്ത്തി പറഞ്ഞു. എന്താ എൻ്റെ ഉദ്ദേശം? വീട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഓരോ സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ നോക്കുകയാണോ? ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഷർട്ടിപ്പോൾ അടിച്ചു മാറ്റി കൊണ്ടുപോയേനെ. ആദം ചിരി കടിച്ചമർത്തിക്കൊണ്ട് മറിയുവിനെ നോക്കി. മറിയുവിൻ്റെ പരിഭ്രമം മാറി ആ മുഖം കൂർത്തു. അത് കണ്ടപ്പോൾ ആദമിന് കൂടുതൽ ചിരി വന്നു. ഓ പിന്നെ, ഈ മുഷിഞ്ഞ ഷർട്ട് അടിച്ചു മാറ്റാൻ എനിക്ക് പിരാന്തല്ലേ? അവളും വിട്ടുകൊടുത്തില്ല. പിന്നെ എന്തിനാടി നീ ഇതും കെട്ടിപ്പിടിച്ച് നിന്നിരുന്നേ? മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ടാണ് ആദം അത് ചോദിച്ചത്. അതിന് നിങ്ങളുടെ മണം ഉണ്ടായിരുന്നതുകൊണ്ട്. സുറുമ എഴുതിയ കണ്ണുകൾ ഉയർത്തി മറിയു അവനെ ഒരു നോട്ടം നോക്കി. അതിൽ അവൻ്റെ ഇടത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുവന്ന മാംസകഷ്ണം അങ്ങ് പിടഞ്ഞുപോയി. ഒരു ഉമ്മ എന്നോട്ടെ? മറിയു ആദമിനെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആദം ആ ചോദ്യത്തിൽ ഞെട്ടിപ്പോയി. നീ കളിക്കാതെ പൊയ്ക്കേ. ആദം പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. എന്നാൽ ഞൊടിയിടയിൽ മറിയു അവനെ ആ വാതിലിലേക്ക് തള്ളി അവൻ്റെ കഴുത്തിൽ ഒരു ഉമ്മ അങ്ങ് കൊടുത്തിരുന്നു. ആദമിൻ്റെ സർവ്വ നാഡീനരമ്പുകളും ആ ചുംബനത്തിൽ തളർന്നുപോയി.
ഈ ഇബ്ലീസിനെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ എന്നവൾ കണ്ണിൽ നോക്കി പറയുമ്പോൾ ആദമും അവളെ ചേർത്ത് പിടിച്ച് ആ മുഖം ചുംബനം കൊണ്ട് മൂടുന്നുണ്ടായിരുന്നു. മറിയുവും അവൻ്റെ ഇബ്ലീസും ഹെന്നമോളും സൈനുമ്മയും എല്ലാം സന്തോഷത്തോടെ ആ വീട്ടിൽ ജീവിക്കട്ടെ അല്ലേ. അവസാനിച്ചു സൂര്യകാന്തി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഇതുപോലുള്ള ഷോർട്ട് സ്റ്റോറീസ് വേണമെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നേക്കരുത്. താങ്ക് യു.